GK ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. 2026 ജനുവരി 21 നടന്ന കെയർ ടേക്കർ എക്സാമിൻ്റെ ചില ക്വസ്റ്റ്യൻസാണ് ആദ്യം പറയുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം: എ. ചമ്പാരൻ സത്യാഗ്രഹം, ബി. അഹമ്മദാബാദ് മിൽ പണിമുടക്ക്, സി. സ്വദേശി പ്രസ്ഥാനം, ഡി. നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരമാണ് ചോദിച്ചത്. ആൻസർ വരിക ഓപ്ഷൻ സി, സ്വദേശി പ്രസ്ഥാനം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളുടെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളും താഴെ സൂചിപ്പിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. എ. കാൺപൂർ നാനാ സാഹിബ്, ബി. ആര ബീഹാറിലെ വാജിദ് അലി ഷാ, സി. ലക്നൗ കൻവർ സിംഗ്, ഡി. ഫൈസാബാദ് ഷാമൽ. ശരിയായ ജോഡിയാണ് ചോദിച്ചത്. ആൻസർ വരിക ഓപ്ഷൻ എ, കാൺപൂർ നാനാ സാഹിബ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. 1. സത്യശോധക് സമാജ് ജ്യോതിറാവു ഫൂലെ, 2. ഹിതകാരിണി സമാജം വീരേശലിംഗം, 3. പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗ്, 4. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. ഓപ്ഷൻസ് എ 1, 3 ശരി, ബി 1, 4 ശരി, സി 3 മാത്രം ശരി, ഡി എല്ലാം ശരിയാണ്. ശരിയായ ജോഡിയാണ് ചോദിച്ചത്. ആൻസർ വരിക ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. സത്യശോധക് സമാജ് ജ്യോതിറാവു ഫൂലെ ശരിയാണ്, ഹിതകാരിണി സമാജം വീരേശലിംഗാണ്, പ്രാർത്ഥനാ സമാജം ആത്മറാം പാണ്ഡുരംഗാണ്, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് ആണ്. 4. ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. റഷ്യൻ വിപ്ലവം, ബി. ചൈനീസ് വിപ്ലവം, സി. ഫ്രഞ്ച് വിപ്ലവം, ഡി. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, ചൈനീസ് വിപ്ലവം. 5. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ചത്? ഓപ്ഷൻസ് എ. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ബി. കെ. കേളപ്പൻ, സി. എ. കെ. ഗോപാലൻ, ഡി. മന്നത്ത് പത്മനാഭൻ. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണിജാഥ നയിച്ചത്? ആൻസർ വരിക ഓപ്ഷൻ സി, എ. കെ. ഗോപാലൻ. 6. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത? ഓപ്ഷൻസ് എ. സഫ്രീന ലത്തീഫ്, ബി. ദിൽന കൃഷ്ണൻ, സി. രൂപ എ, ഡി. സജ്ന സജീവൻ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത? ആൻസർ ഓപ്ഷൻ എ, സഫ്രീന ലത്തീഫ്. 7. ഹവായ്, ഫ്രഞ്ച് പോളിനേഷ്യ, സോമാഅ എന്നീ ദ്വീപ് സമൂഹങ്ങൾ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻസ് എ. ശാന്തസമുദ്രം, ബി. ഇന്ത്യൻ മഹാസമുദ്രം, സി. അറ്റ്ലാന്റിക് സമുദ്രം, ഡി. ആർട്ടിക് സമുദ്രം. ഹവായ്, ഫ്രഞ്ച് പോളിനേഷ്യ, സോമാഅ എന്നീ ദ്വീപുകളാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ എ, ശാന്തസമുദ്രം. 8. വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിന്റെ കാരണങ്ങൾ ശരിയായവ കണ്ടെത്തുക. 1. ഭൂഗുരുത്വാകർഷണ ബലം, 2. ഉപരിതല ഫലകങ്ങളുടെ ചലനം, 3. ചന്ദ്രനിൽ നിന്നുള്ള ആകർഷണം, 4. ദുർബലമായ ഫലക അതിരുകൾ. ഓപ്ഷൻസ് എ 1, 2, 3, ബി 1, 3, സി 2, 4, ഡി 1, 3, 4. വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല കൂടുതൽ ഭൂകമ്പങ്ങൾക്ക് വിധേയമാകുന്നതിന്റെ കാരണങ്ങൾ ശരിയായതാണ് ചോദിച്ചത്. ആൻസർ വരിക ഓപ്ഷൻ സി ആണ്, 2, 4. ഉപരിതല ഫലകങ്ങളുടെ ചലനം, ദുർബലമായ ഫലക അതിരുകൾ. 9. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ് എ. ഭുവൻ, ബി. വേദാസ്, സി. മൂസ്ഡാക്, ഡി. മൈ ഇന്ത്യ. ഇന്ത്യൻ ബഹിരാകാശ സംഘടന വികസിപ്പിച്ചെടുത്ത ആസ്ഥാനിക ജിയോ പ്ലാറ്റ്ഫോം ആണ് ചോദിച്ചത്. ആൻസർ വരിക ഓപ്ഷൻ എ, ഭുവൻ. 10. ദേശീയ ജലപാതകളുടെ പ്രാധാന്യം വർദ്ധിക്കുകയും പുതിയ പ്രദേശങ്ങൾ ജലപാതകളുടെ ഭാഗമാവുകയും ചെയ്യുന്നു. ഇതിൽ ദേശീയപാത 5 NW5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലകൾ? ഓപ്ഷൻസ് എ. കൊല്ലം കോട്ടപ്പുറം, ബി. സാദിയ ധൂബ്രി, സി. ഗോദാവരി കൃഷ്ണ, ഡി. ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ. ദേശീയ ജലപാത 5 ബന്ധിപ്പിക്കുന്ന പ്രധാന മേഖലയാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ ഡി, ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ. 11. ഇന്ത്യയുടെ ധാതു സമ്പത്തിന്റെ നല്ലൊരു ഭാഗവും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്നു. കോർബ, ദന്തേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻസ് എ. ഒഡീഷ, ബി. ജാർഖണ്ഡ്, സി. ഛത്തീസ്ഗഡ്, ഡി. ബീഹാർ. ഇന്ത്യയുടെ ധാതു സമ്പത്തിന്റെ നല്ലൊരു ഭാഗവും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായി കാണപ്പെടുന്നു. കോർബ, ദന്തേവാഡ തുടങ്ങിയ ഖനന മേഖലകൾ ഏത് സംസ്ഥാനത്തിന്റെ ഭാഗമാണ്? ആൻസർ ഓപ്ഷൻ സി, ഛത്തീസ്ഗഡ്. 12. 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപ് സമൂഹങ്ങളിൽ നാശനഷ്ടം വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ് എ. ബിബർജോയ്, ബി. അൽവാരോ, സി. റിമാൽ, ഡി. ഡാന. 2024 ജനുവരിയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മഡഗാസ്കർ ദ്വീപ് സമൂഹങ്ങളിൽ നാശനഷ്ടം വിതച്ചിരുന്നു. ഈ ചുഴലിക്കാറ്റ് ഏതാണെന്ന്? ആൻസർ വരിക ഓപ്ഷൻ ബി, അൽവാരോ. 13. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻസ് എ. ദേശീയ ആസൂത്രണ സമിതി 1938, ബി. ബോംബെ പദ്ധതി 1944, സി. ആസൂത്രണ കമ്മീഷൻ 1950, ഡി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യാവസായിക നയം 1956. തെറ്റായ ജോഡിയാണ് ചോദിച്ചത്. ആൻസർ വരിക ഓപ്ഷൻ ഡി, സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യത്തെ വ്യാവസായിക നയം 1956 എന്നുള്ളത് തെറ്റാണ്. 14. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. 2. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. 3. 1770 ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ.
ഓപ്ഷൻസ് എ 2, 3, ബി 1, 2, സി 1, 2, 3, ഡി 1, 3. ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരിക ഓപ്ഷൻ സി 1, 2, 3. 1969 14 ബാങ്കുകൾ ദേശസാൽക്കരിക്കപ്പെട്ടു. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിപ്പിച്ചു. 1770 ആരംഭിച്ച ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. 15 ചുവടെ തന്നിട്ടുള്ളവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയമേത്? 1 സമ്പത്തിനെ കുറിച്ചുള്ള പഠനം, 2 ലേസേ ഫയർ സിദ്ധാന്തം, 3 മിച്ചമൂല്യ സിദ്ധാന്തം. ഓപ്ഷൻസ് എ 1, 2, ബി 2, 3, സി 1, 3, ഡി 1, 2, 3. സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്തുമായി ബന്ധപ്പെട്ട ആശയമാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ എ 1, 2 സമ്പത്തിനെ കുറിച്ചുള്ള പഠനം, ലേസേ ഫയർ സിദ്ധാന്തം. 16 ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? 1 ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ്, 2 ഭക്ഷ്യ സ്വയം പര്യാപ്തത, 3 ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. ഓപ്ഷൻസ് എ 2, 3, ബി 1, 2, സി 1, 2, 3, ഡി 1, 3. ഈ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് വീണ്ടും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ സി ആണ് 1, 2, 3. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത, ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. 17 ചുവടെ തന്നിട്ടുള്ളവരിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവർ ആരെല്ലാം? 1 ശക്തികാന്ത ദാസ്, 2 KR പുരി, 3 മൻമോഹൻ സിംഗ്. ഓപ്ഷൻസ് എ 1, 2, ബി 1, 2, 3, സി 1, 3, ഡി 2, 3. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുള്ളവരാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ ബി 1, 2, 3 ശക്തികാന്ത ദാസ്, KR പുരി, മൻമോഹൻ സിംഗ്. ഇവർ 3 പേരും RBI ഗവർണർ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. 18 ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1 ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. 2 ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. 3 ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഓപ്ഷൻസ് എ 1, 2, ബി 2, 3, സി 1, 3, ഡി 1, 2, 3. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് 2, 3. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. 19 ചുവടെ തന്നിട്ടുള്ളവയിൽ 2024 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? 1 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 2 7 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 15% നികുതി. 3 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി. ആദായ നികുതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ബജറ്റിലെ 2024 കേന്ദ്ര ബജറ്റിലെ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എ 1, 3, ബി 2, 3, സി 1, 2, ഡി 1, 2, 3. ആൻസർ വരെ ഓപ്ഷൻ എ ആണ് 1, 3. 2024 കറണ്ട് അഫെയർ ഇപ്പം വീണ്ടും ചോദിച്ചിട്ടുണ്ട്. അതായത് 1, 3 3 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 15 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വരുമാനത്തിന് 30% നികുതി. 20 താഴെ തന്നിരിക്കുന്നവയിൽ ആരൊക്കെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ? എ HC മുഖർജി VT കൃഷ്ണമാചാരി, ബി HC മുഖർജി JB കൃപലാനി, സി HC മുഖർജി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, ഡി HC മുഖർജി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാരെയാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ എ ആണ് HC മുഖർജി VT കൃഷ്ണമാചാരി. 21 ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്? ഓപ്ഷൻസ് എ ദക്ഷിണാഫ്രിക്ക, ബി അയർലാൻഡ്, സി അമേരിക്ക, ഡി ഓസ്ട്രേലിയ. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. ആൻസർ വരെ ഓപ്ഷൻ ബി അയർലാൻഡ്. പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻസ് എ അനുച്ഛേദം 368, ബി അനുച്ഛേദം 356, സി അനുച്ഛേദം 360, ഡി അനുച്ഛേദം 352. പ്രസിഡന്റിന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരെ ഓപ്ഷൻ സി അനുച്ഛേദം 360. 23 1985 പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52ാം ഭേദഗതി ഏത് വിഷയമാണ് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻസ് എ പഞ്ചായത്തി രാജ്, ബി നഗര തദ്ദേശ സ്വയംഭരണം, സി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി, ഡി കൂറുമാറ്റ നിരോധന നിയമം. 1985 പാസാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത 52ാം ഭേദഗതി. ആൻസർ വരെ ഓപ്ഷൻ ഡി കൂറുമാറ്റ നിരോധന നിയമം. 24 കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻസ് എ വനം വൈദ്യുതി, ബി വാഹന നികുതി ജലസേചനം, സി ഇൻഷുറൻസ് കറൻസി നാണയങ്ങൾ, ഡി വിദേശ വായ്പകൾ നിധിശേഖരണം. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് ചോദിച്ചത്. അതായത് സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെന്റിനും ഒരുപോലെ അധികാരപരിധി വരുന്ന വിഷയങ്ങൾ. ആൻസർ വരെ ഓപ്ഷൻ എ വനം വൈദ്യുതി. 25 ഇപ്പോഴത്തെ അതായത് 2025 ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻസ് എ YK സിൻഹ, ബി ഹീരാലാൽ സമരിയ, സി വിജയ് ശർമ്മ, ഡി വിമൽ ജൽക്ക. വിവരാവകാശ കമ്മീഷൻ ചെയർമാനെയാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ ബി ഹീരാലാൽ സമരിയ.
26 നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ്? ഓപ്ഷൻസ് എ പീയൂഷ് ഗോയൽ, ബി സുരേഷ് പ്രഭു, സി അശ്വിനി വൈഷ്ണവ്, ഡി മല്ലികാർജുൻ ഖാർഗെ. നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി. ആൻസർ ഓപ്ഷൻ സി അശ്വിനി വൈഷ്ണവ്. 27 കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം ചുവടെ തന്നിരിക്കുന്നവയിൽ ആർക്കാണ് അധികാരമുള്ളത്? ഓപ്ഷൻസ് എ സ്പീക്കർ, ബി ഗവർണർ, സി മുഖ്യമന്ത്രി, ഡി ഹൈക്കോടതി. കൂറുമാറ്റം മൂലം അംഗത്തിന് അയോഗ്യത കൽപ്പിക്കുന്നതിന് 10ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം അധികാരമുള്ളത്. ആൻസർ വരിക ഓപ്ഷൻ എ സ്പീക്കർക്കാണ്. 28 കേരളത്തിലെ ആരോഗ്യവകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി നടപ്പിലാക്കുന്ന പദ്ധതി. ഓപ്ഷൻസ് എ സ്നേഹസാന്ത്വനം, ബി ഉഷസ്, സി താലോലം, ഡി വയോമിത്രം. കേരള ആരോഗ്യവകുപ്പ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ചോദിച്ചത്. ആൻസർ വരിക ഓപ്ഷൻ ബി ഉഷസ്. 29 താഴെ തന്നിരിക്കുന്നത് ഏത് ജില്ലയിലാണ് മനസ്സിനി എന്ന പേരിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻസ് എ കാസർഗോഡ്, ബി വയനാട്, സി കോട്ടയം, ഡി പാലക്കാട്. മനസ്സിനി എന്ന പേരിൽ ആദ്യ ട്രാൻസ്ജെൻഡർ അയൽക്കൂട്ടം രൂപീകരിക്കപ്പെട്ട ജില്ല. ആൻസർ വരെ ഓപ്ഷൻ സി കോട്ടയം. 30 കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് ഇവരിൽ ആരാണ്? ഓപ്ഷൻസ് എ പിണറായി വിജയൻ, ഓപ്ഷൻ ബി പി സദാശിവം, സി വി എസ് അച്യുതാനന്ദൻ, ഡി ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള സർക്കാർ സംസ്ഥാന രൂപീകരണത്തിന്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിച്ച നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത്. ആൻസർ വരെ ഓപ്ഷൻ ബി പി സദാശിവം. 31 താഴെ തന്നിരിക്കുന്നവരിൽ ആരാണ് 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്? ഓപ്ഷൻസ് എ സുഗതകുമാരി, ബി എം കമലം, സി പി സതീദേവി, ഡി ജസ്റ്റിസ് ഡി ശ്രീദേവി. 2 തവണ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഡി ശ്രീദേവി. 32 കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ അതായത് 2025 പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഓപ്ഷൻസ് എ ജസ്റ്റിസ് പി എൻ വിജയകുമാർ, ബി ജസ്റ്റിസ് ജി ശശീന്ദ്രൻ, സി കിഷോർ മക്വാന, ഡി സത്യാനന്ദ മിത്ര. കേരളത്തിലെ ഇപ്പോഴത്തെ 2025 പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാനെയാണ് ചോദിച്ചത്. ആൻസർ വരെ ഓപ്ഷൻ ബി ജസ്റ്റിസ് ജി ശശീന്ദ്രൻ. 33 ഇപ്പോഴത്തെ അതായത് 2025 കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻസ് എ പ്രൊഫസർ എം കെ സാനു, ബി കെ സച്ചിദാനന്ദൻ, സി വൈശാഖൻ, ഡി എൻ പി മുഹമ്മദ്. 2025 കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്. ആൻസർ വരിക ഓപ്ഷൻ ബി കെ സച്ചിദാനന്ദൻ. 34 തലച്ചോറിനെയും സുഷുമ്നയും ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം. ഓപ്ഷൻസ് എ മെനിഞ്ചസ്, ബി മൈലിൻ ഷീത്ത്, സി പെരികാർഡിയം, ഡി പ്ലൂറ സ്ഥലം. തലച്ചോറിനെയും സുഷുമ്നയും ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം. ആൻസർ ഓപ്ഷൻ എ മെനിഞ്ചസ്. നാഡീവ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. 35 കാൽസ്യം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഓപ്ഷൻസ് എ പെല്ലഗ്ര, ബി ഓസ്റ്റിയോപോറോസിസ്, സി ബെറിബെറി, ഡി മെഗലോബ്ലാസ്റ്റിക് അനീമിയ. കാൽസ്യം കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗം. ആൻസർ ഓപ്ഷൻ ബി ഓസ്റ്റിയോപോറോസിസ്. 36 ചുവടെ നൽകിയിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻസ് എ ക്ഷയരോഗം, ബി നിപ്പ, സി ഡിഫ്തീരിയ, ഡി ആന്ത്രാക്സ്. ബാക്ടീരിയ രോഗമല്ലാത്തത്. ആൻസർ ഓപ്ഷൻ ബി നിപ്പ. 37 വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യം ഏതാണ്? എ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉയർത്തുക, ബി ഭക്ഷ്യവിതരണം ശക്തമാക്കൽ, സി കാർഷിക വിളകളുടെ ഉൽപാദനശേഷി കൂട്ടുക, ഡി മനുഷ്യൻ മൃഗങ്ങൾ പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചിട്ടുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുകയാണ്. വൺ ഹെൽത്ത് പ്രോഗ്രാമിന്റെ പ്രധാന ലക്ഷ്യമാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ ഡി മനുഷ്യൻ മൃഗങ്ങൾ പരിസ്ഥിതി എന്നിങ്ങനെ 3 മേഖലകളുടെ ആരോഗ്യ സംരക്ഷണം ഏകോപിപ്പിച്ചുള്ള സംയുക്ത പ്രവർത്തനം ഉറപ്പാക്കുക. 38 കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം. ഓപ്ഷൻസ് എ പക്ഷാഘാതം, ബി പ്രമേഹം, സി അതിറോസ്ക്ലിറോസിസ്, ഡി ഹൃദയാഘാതം. കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം. ആൻസർ ഓപ്ഷൻ സി അതിറോസ്ക്ലിറോസിസ്. 39 കേരളത്തിൽ കടലിന്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള പ്രധാന കാരണം ഏതാണ്? ഓപ്ഷൻസ് എ വനനശീകരണം, ബി അത്യാവശ്യമല്ലാത്ത മരങ്ങൾ, സി മണൽ ഖനനം, ഡി മണ്ണിന്റെ ഉയർച്ച. കേരളത്തിൽ കടലിന്റെ സംഭരണശേഷി കുറയ്ക്കുന്നതിനുള്ള കാരണമാണ് പറയുന്നത്. ആൻസർ ഓപ്ഷൻ സി മണൽ ഖനനം. 40 ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിമ്പോസിയം ഏത് നഗരത്തിലാണ് സംഘടിപ്പിച്ചത്? ഓപ്ഷൻസ് എ ബംഗളൂരു, ബി ഹൈദരാബാദ്, സി ചെന്നൈ, ഡി ദില്ലി. ജനസിസ് ആൻഡ് എവല്യൂഷൻ ഓഫ് ഓർഗാനിക്സ് ഇൻ സ്പേസ് എന്ന 2ാം സിമ്പോസിയം സംഘടിപ്പിച്ച നഗരം. ആൻസർ ഓപ്ഷൻ എ ബംഗളൂരു. 41 കേരളത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായത് ഏത് പ്രദേശത്തിലാണ്? ഓപ്ഷൻസ് എ മോട്ടൂർ പുൽത്തുണൽ, ബി അരളം വന്യജീവി സങ്കേതം, സി ഷൈലോം ദേശീയോദ്യാനം, ഡി സൈലന്റ് വാലി നാഷണൽ പാർക്ക്. ഇന്ത്യയുടെ ആദ്യത്തെ ബട്ടർഫ്ലൈ സങ്കേതമായ കേരളത്തിലെ പ്രദേശം. ആൻസർ ഓപ്ഷൻ ബി അരളം വന്യജീവി സങ്കേതം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആറളം വന്യജീവി സങ്കേതം ആവാനാണ് സാധ്യത. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും. അരളം വന്യജീവി സങ്കേതം എന്ന് പറയുന്ന ഒരു വന്യജീവി സങ്കേതം നിലവിൽ കേരളത്തിലില്ല.
42 ഡൊറിൽനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, പക്ഷേ റഡാറിലാവാനാണ് സാധ്യത. ഉപയോഗിച്ചിരിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഓപ്ഷൻസ് എ റേഡിയോ വേവ്, ബി മൈക്രോവേവ്, സി അൾട്രാ വയലറ്റ്, ഡി ഇൻഫ്രാറെഡ്. ആൻസർ വരെ ഓപ്ഷൻ ബി മൈക്രോവേവ്. അപ്പം ഇതിൽ റേഡിയോ വേവ്സും മൈക്രോവേവ്സും ആൻസർ വരാൻ സാധ്യതയുണ്ട്. അതുമല്ല, ക്വസ്റ്റ്യനിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് കാരണം ഇത് ഡിലീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. 43 പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ തിളനില. ഓപ്ഷൻസ് എ കൂടുന്നു, ബി വ്യത്യാസമില്ല, സി കുറയുന്നു, ഡി ആദ്യം കൂടുന്നു പിന്നെ കുറയുന്നു. പർവ്വത പ്രദേശങ്ങളിൽ വെള്ളത്തിൻ്റെ തിളനില. ആൻസർ വരെ ഓപ്ഷൻ സി കുറയുന്നു. 44 ഭൂമിയുടെ ഗ്രാവിറ്റി മൂലം ഉള്ള ത്വരണം സ്മോൾ ജി ആണെങ്കിൽ ഭൂമിയുടെ അതേ ഭാരവും ഇരട്ടി ആരവുമുള്ള ഒരു ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം. ഓപ്ഷൻസ് വരിക എ സ്മോൾ g/4, ബി 2g, സി 4g, ഡി g/2. ആൻസർ വരിക ഓപ്ഷൻ എ g/4 ആണ്. അപ്പോൾ ഇവിടെ ഭൂമിയുടെ ത്വരണം കാണാനുള്ള ഇക്വേഷൻ സ്മോൾ g ക്യാപിറ്റൽ GM/r². ഈ ക്യാപിറ്റൽ G എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ 6.674 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. M എന്ന് പറയുന്നത് മാസാണ്, 6 റേഡിയസ് ആണ്. അപ്പോൾ പറയുന്നത് പുതിയ ഭൂമിയുടെ അതേ ഭാരവും ഇരട്ടി ആരവുമുള്ള ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണമാണ് കാണേണ്ടത്. അപ്പം സെയിം ഇക്വേഷൻ തന്നെയാണ് വരിക, ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. GM/r² GM/2r² വരും. ഇരട്ടി ആരം എന്ന് പറഞ്ഞതുകൊണ്ട് GM/2r² എന്ന് വരും. അത് എക്സ്പാൻഡ് ചെയ്യുമ്പം GM/4r² എന്ന് വരും. അപ്പോൾ GM/r² പകരം നമുക്ക് സ്മോൾ g എഴുതാം. അപ്പോൾ ആൻസർ സ്മോൾ g/4. ഇത് ആരം ഇരട്ടിക്കുമ്പോൾ, ഭാരം സെയിമും ആരം ഇരട്ടിക്കുകയും ചെയ്യുമ്പോൾ ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം കാൽഭാഗമായിട്ട് കുറയും. 45 അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. ഓപ്ഷൻസ് എ സഹായഹസ്തം, ബി വിദ്യാജ്യോതി, സി കരുത്ത്, ഡി ജ്യോതി. അതിഥി തൊഴിലാളികളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ചോദിച്ചത്. ആൻസർ വരിക ഓപ്ഷൻ ഡി ജ്യോതി. 46 ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽപാലം ആയ ചെനാബ് റെയിൽപാലം ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് എ ഹിമാചൽ പ്രദേശ്, ബി മേഘാലയ, സി ജമ്മു കാശ്മീർ, ഡി ഉത്തരാഖണ്ഡ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് റെയിൽപാലം ഏത് സംസ്ഥാനത്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരിക ഓപ്ഷൻ സി ആണ്, ജമ്മു കാശ്മീർ. 47 ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങളെ വിളിക്കുന്ന പേര്. ഓപ്ഷൻസ് എ ഐസോമർ, ബി ഐസോട്ടോപ്പ്, സി ഐസോബാർ, ഡി ഐസോട്ടോൺ. ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത രാസഭൗതിക സ്വഭാവമുള്ള സംയുക്തങ്ങൾ. ആൻസർ ഓപ്ഷൻ എ ഐസോമറുകൾ. 48 വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓപ്ഷൻസ് എ ബാരോമീറ്റർ, ബി മാനോമീറ്റർ, സി തെർമോമീറ്റർ, ഡി സ്ഫിഗ്മോമാനോമീറ്റർ. വാതകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ആൻസർ ഓപ്ഷൻ ബി മാനോമീറ്റർ. 49 ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേരെന്ത്? ഓപ്ഷൻസ് എ അലസവാതകങ്ങൾ, ബി ചാൽക്കോജനുകൾ, സി ഹാലോജനുകൾ, ഡി ഉത്കൃഷ്ടവാതകങ്ങൾ. ആവർത്തന പട്ടികയിൽ 17ാം ഗ്രൂപ്പിൽ വരുന്ന മൂലക കുടുംബത്തിന് പറയുന്ന പേര്. ആൻസർ വരിക ഓപ്ഷൻ സി ഹാലോജനുകൾ. 50 ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്റർ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ ഛത്തീസ്ഗഡ്, ബി മഹാരാഷ്ട്ര, സി ഉത്തർപ്രദേശ്, ഡി തെലങ്കാന. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ സെന്റർ പാർക്ക്. ആൻസർ വരിക ഓപ്ഷൻ എ ഛത്തീസ്ഗഡ്. 51 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ. ഓപ്ഷൻ എ സി വി രാമൻ, ബി വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ, സി കൈലാഷ് സത്യാർത്ഥി, ഡി അഭിജിത്ത് ബാനർജി. രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ. ആൻസർ ഓപ്ഷൻ ബി വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ. 52 താഴെ തന്നിരിക്കുന്നവയിൽ വൈകുണ്ഠസ്വാമികളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 1 ബ്രിട്ടീഷുകാരെ വെൺ നീജൻ എന്ന് വിളിച്ചു. 2 സഹോദര സംഘം സ്ഥാപിച്ചു. 3 മോക്ഷപ്രദീപം ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. 4 സ്വാമി തോപ്പിൽ ജനിച്ചു. ഓപ്ഷൻസ് എ 1ഉം 2ഉം, ബി 2ഉം 4ഉം, സി 2ഉം 3ഉം, ഡി 1ഉം 4ഉം. വൈകുണ്ഠസ്വാമികളെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ആൻസർ വരിക ഓപ്ഷൻ ഡി 1ഉം 4ഉം. ബ്രിട്ടീഷുകാരെ വെൺ നീജൻ എന്ന് വിളിച്ചു. സ്വാമി തോപ്പിൽ ജനിച്ചു. 53 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യമേത്? ഓപ്ഷൻ എ ചൈന, ബി ഖത്തർ, സി ജപ്പാൻ, ഡി ഒമാൻ. 2026 ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം. ആൻസർ ഓപ്ഷൻ സി ജപ്പാൻ. 54 കേരള സംഗീതത്തിന്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? എ ധർമ്മരാജ, ബി സ്വാതി തിരുനാൾ, സി മാർത്താണ്ഡവർമ്മ, ഡി രവിവർമ്മ കുലശേഖരൻ. കേരള സംഗീതത്തിന്റെ അഗസ്റ്റൻ യുഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി സ്വാതി തിരുനാൾ. 55 താഴെ തന്നിരിക്കുന്നവയിൽ മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യമാസിക എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ആനുകാലികമേത്? ഓപ്ഷൻസ് എ വിദ്യാവിലാസിനി, ബി ഭാഷാഭൂഷണി, സി രാജ്യസമാചാരം, ഡി ഗ്രന്ഥലോകം. മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യമാസിക എന്ന് സാഹിത്യ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ആനുകാലികം. ആൻസർ ഓപ്ഷൻ എ വിദ്യാവിലാസിനി.
56 താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെ? 1 കല്യാണമൽ സർദാർ കെ.എം. പണിക്കർ, 2 പ്രേമാമൃതം സി.വി. രാമൻപിള്ള, 3 പറങ്കിപ്പടയാളി അപ്പൻ തമ്പുരാൻ, 4 വെള്ളൂവക്കമ്മാരൻ ടി രാമൻ നമ്പീശൻ. ഓപ്ഷൻസ് എ 1, 2, ബി 2, 3, സി 3, 4, ഡി 1, 4. ശരിയായ ജോഡികളാണ് ചോദിച്ചത്. ആൻസർ വരിക ഓപ്ഷൻ എ 1, 2. അതായത് കല്യാണമൽ സർദാർ കെ.എം. പണിക്കർ, പ്രേമാമൃതം സി.വി. രാമൻപിള്ള ഇവയാണ് ശരിയായ ജോഡികൾ. 57 ഏത് ബഹിരാകാശ പേടകം വഴിയാണ് സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്? എ സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ, ബി സോയൂസ് T-11 പേടകം, സി അപ്പോളോ, ഡി ബോയിങ് സ്റ്റാർ ലൈനർ. സുനിത വില്യംസും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ബഹിരാകാശ പേടകം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ഡി ബോയിങ് സ്റ്റാർ ലൈനർ. 58 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻസ് എ പിയറി അഗോസ്റ്റിനി, ബി നിഹോൺ ഹിബാൻക്യോ, സി നർഗസ് മുഹമ്മദ്, ഡി ഹാൻ കാൻ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം. ആൻസർ വരിക ഓപ്ഷൻ ഡി ഹാൻ കാൻ. 59 ചുവടെ കൊടുത്തവയിൽ മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്നത് ഏത്? ഓപ്ഷൻസ് എ ഹാൻഡ് ഡിസ്ക്, ബി CD, സി റാം, ഡി DVD. മെയിൻ മെമ്മറി എന്നറിയപ്പെടുന്ന മെമ്മറിയാണ് ചോദിച്ചത്. IT ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരിക ഓപ്ഷൻ സി ആണ് റാം. 60 ചുവടെ കൊടുത്തിരിക്കുന്നവ പൊരുത്തപ്പെടുത്തുക. 1 ഓപ്പറേറ്റിംഗ് സിസ്റ്റം എ ലിബർ, അതിൽ വരുന്നത് ലിബർ ഓഫീസ് ഇംപ്രസ്. 2 DBMS പാക്കേജ്, അതിന് നേരെ ഉബുണ്ടു. 3 ഇമേജ് എഡിറ്റർ, അതിന് നേരെ MySQL. 4 പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ, അതിൻ്റെ നേരെ ജിംബ്. ഓപ്ഷൻസ് എ 1A, 2D, 3C, 4B. ഓപ്ഷൻ ബി 1B, 2A, 3D, 4C. ഓപ്ഷൻ സി 1B, 2C, 3D, 4A. ഓപ്ഷൻ ഡി 1C, 2B, 3D, 4A. ചുവടെ കൊടുത്തിരിക്കുന്നവയെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞത്. ആൻസർ വരിക ഓപ്ഷൻ സി ആണ് 1B, 2C, 3D, 4A. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉബുണ്ടു, DBMS പാക്കേജ് MySQL, ഇമേജ് എഡിറ്റർ ജിംബ്, പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ ലിബർ ഓഫീസ് ഇംപ്രസ്. 61 താഴെ പറയുന്നവയിൽ ഗൈഡഡ് മീഡിയ അല്ലാത്തത് ഏത്? 1 ഒപ്റ്റിക്കൽ ഫൈബർ, 2 മൈക്രോവേവ്, 3 കൊയാക്സിയൽ കേബിൾ, 4 ഇൻഫ്രാറെഡ് വേവ്. ഓപ്ഷൻസ് എ 2 മാത്രം, ബി 2, 4 മാത്രം, സി 1, 4 മാത്രം, ഡി 1, 3 മാത്രം. ഗൈഡഡ് മീഡിയ അല്ലാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരിക ഓപ്ഷൻ ബി 2, 4 മാത്രം, മൈക്രോവേവ് ഇൻഫ്രാറെഡ് വേവും. 62 MS എഡ്ജ് എന്നത് എന്താണ്? ഓപ്ഷൻസ് എ വെബ് ബ്രൗസർ, ബി ഹാർഡ്വെയർ, സി സെർച്ച് എഞ്ചിൻ, ഡി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻസർ വരിക ഓപ്ഷൻ എ ആണ് വെബ് ബ്രൗസർ. 63 നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏത് തരം സൈബർ കുറ്റകൃത്യമാണ്? ഓപ്ഷൻസ് എ വൈറസ്, ബി ക്രിപ്റ്റോ ഹാക്കിംഗ്, സി ഫിഷിംഗ്, ഡി സൈബർ സ്റ്റോക്കിംഗ്. നമ്മുടെ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്നത് ഏത് തരം സൈബർ കുറ്റകൃത്യമാണ്? ആൻസർ ഓപ്ഷൻ ഡി സൈബർ സ്റ്റാക്കിംഗ്. 64 വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കപ്പെട്ട വിവരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നിരസിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കേണ്ട വസ്തുത. എ അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ, ബി അപ്പീൽ അധികാരിയുടെ വിലാസം, സി അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി, ഡി മേൽ പറഞ്ഞവയെല്ലാം. വിവരാവകാശ നിയമം 2005 പ്രകാരം ഒഴിവാക്കപ്പെട്ട വിവരം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ നിരസിക്കുന്നതിനുള്ള ഉത്തരവിൽ വ്യക്തമാക്കേണ്ട വസ്തുതകളാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ ഡി മേൽ പറഞ്ഞവയെല്ലാം. അപേക്ഷ നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ, അപ്പീൽ അധികാരിയുടെ വിലാസം, അപ്പീൽ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി. 65 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? 1 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോക്സഭയിൽ 2019 ജൂലൈ 8 അവതരിപ്പിച്ചു. 2 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഓഗസ്റ്റ് 20, 2020 മുതൽ പ്രാബല്യത്തിൽ വന്നു. 3 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ റദ്ദാക്കി. ഓപ്ഷൻസ് എ 1, 2, ബി 1, 3, സി 2, 3, ഡി 1, 2, 3. ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് 1, 3. അതായത് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോക്സഭയിൽ 2019 ജൂലൈ 8 അവതരിപ്പിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ റദ്ദാക്കി. 66 ഏത് പദവിയിലിരിക്കുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ? എ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ബി സബ് ജഡ്ജി, സി ജില്ലാ ജഡ്ജി, ഡി ഇവരാരുമല്ല. ഏത് പദവിയിലിരിക്കുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ? ആൻസർ ഓപ്ഷൻ എ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. 67 2005 ഗാർഹിക പീഡന നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അധ്യായങ്ങളുടെയും വകുപ്പുകളുടെയും എണ്ണം.
ഓപ്ഷൻസ് എ അധ്യായങ്ങൾ 5 വകുപ്പുകൾ 37, ബി അധ്യായങ്ങൾ 5 വകുപ്പുകൾ 38, സി അധ്യായങ്ങൾ 6 വകുപ്പുകൾ 37, ഡി അധ്യായങ്ങൾ 6 വകുപ്പുകൾ 38. 2005 ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അധ്യായങ്ങളുടെയും വകുപ്പുകളുടെ എണ്ണമാണ് ചോദിച്ചത്. ആൻസർ ഒരു ഓപ്ഷൻ എ അധ്യായങ്ങൾ 5 വകുപ്പുകൾ 37. 68 പോക്സോ നിയമപ്രകാരം വിവരങ്ങൾ നൽകേണ്ടത് എ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ്, ബി ലോക്കൽ പോലീസ്, സി സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ്, ഡി ബി അല്ലെങ്കിൽ സി. പോക്സോ നിയമപ്രകാരം വിവരങ്ങൾ നൽകേണ്ടത് ആൻസർ വരിക ഓപ്ഷൻ ഡി, അതായത് ബി അല്ലെങ്കിൽ സി, ലോക്കൽ പോലീസോ അല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ. 69 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി എ രാജീവ് രഞ്ജൻ, ബി അനുരാധ താക്കൂർ, സി അനന്ത സാഗേശ്വരൻ, ഡി അജയ് സേത്ത്. 2025 ജൂലൈ 1 മുതലുള്ള സാമ്പത്തിക കാര്യ സെക്രട്ടറി ആൻസർ ഓപ്ഷൻ ബി അനുരാധ താക്കൂർ. 70 സ്വച്ഛത ഹി സേവ 2024 ക്യാമ്പയിൻ നടന്നത്. ഓപ്ഷൻസ് എ സെപ്റ്റംബർ 15 മുതൽ സെപ്റ്റംബർ 30 വരെ, ബി സെപ്റ്റംബർ 16 മുതൽ ഒക്ടോബർ 1 വരെ, സി സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ, ഡി സെപ്റ്റംബർ 18 മുതൽ ഒക്ടോബർ 3 വരെ. സ്വച്ഛത ഹി സേവ 2024 ക്യാമ്പയിൻ നടന്നത്. ആൻസർ ഓപ്ഷൻ സി സെപ്റ്റംബർ 17 മുതൽ ഒക്ടോബർ 2 വരെ. SCERT സീരീസിൽ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ പാഠം വരയ്ക്കാം വായിക്കാം. അതിൽ ആദ്യം വരുന്ന ഫാക്റ്റ് വടക്ക് നോക്കി യന്ത്രം. ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കി യന്ത്രം. സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്കുവടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിൻ്റെ അടിസ്ഥാനം. സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ അഗ്രം വടക്കു ദിശയെ സൂചിപ്പിക്കുന്നു. സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിന് നാവികർ പണ്ടുകാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു. അപ്പം ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്കു നോക്കി യന്ത്രം. അതിലെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്കുവടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ്. ഇനി ഭൂപടത്തിലെ ദിശകൾ. ഭൂപടത്തിൽ സാധാരണയായി ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും. ചുമർ ഭൂപടങ്ങളുടെ മുകൾ ഭാഗത്ത് വടക്കുദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണും. ഭൂപടത്തിന്റെ ചുവട് ഭാഗം തെക്കു ദിശയെയും വലതുഭാഗം പടിഞ്ഞാറ് ദിശയെയും ഇടതുഭാഗം കിഴക്ക് ദിശയെയും സൂചിപ്പിക്കുന്നു. ഇനി ഗ്ലോബാണ്. ഗ്ലോബിനെ 2 അർദ്ധഗോളങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. അതായത് ഉത്തര അർദ്ധഗോളവും ദക്ഷിണ അർദ്ധഗോളവും. ഭൂമധ്യരേഖയും അതിന് സമാന്തരമായി മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള മറ്റു രേഖകളും ആണ് അക്ഷാംശ രേഖകൾ. അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിരിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള രേഖകളാണ് രേഖാംശ രേഖകൾ. ഭൂമിയിലെ ഒരു സ്ഥലത്തിന്റെ സ്ഥാനനിർണയം നടത്തുന്നത് ഈ സാങ്കല്പിക രേഖകളെ അടിസ്ഥാനമാക്കിയാണ്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്. ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ ഉപരിതല സവിശേഷതകൾ ഒരു പരന്ന പ്രതലത്തിൽ വരച്ചു ചേർത്താൽ ഭൂപടമായി മാറും. ഇനി പറയുന്നത് പോർച്ചുഗീസ് സഞ്ചാരിയായ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് നടത്തിയ യാത്രയെക്കുറിച്ചാണ്. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്ത് നിന്ന് 4 പായ്ക്കപ്പലുകളിലായി 170 പേരടങ്ങുന്ന നാവിക സംഘത്തെ നയിച്ചുകൊണ്ട് വാസ്കോ ഡ ഗാമ ഇന്ത്യയെ തേടി യാത്ര തിരിച്ചു. കാറ്റിന്റെ സഹായത്തോടെ തെക്കു കിഴക്കോട്ട് യാത്ര ചെയ്ത് ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെത്തി. തുടർന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്ദി തുറമുഖത്തെത്തി. അവിടത്തെ നാവികരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20 ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്ത് കോഴിക്കോടിനടുത്തുള്ള കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. യൂറോപ്പിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടി വാസ്കോ ഡ ഗാമയും സംഘവും സാഹസികമായി നടത്തിയ ഈ യാത്ര ചരിത്രത്തിൽ ഇടം നേടി. പോർച്ചുഗലിലെ ലിസ്ബൺ തുറമുഖത്തു നിന്നാണ് വാസ്കോ ഡ ഗാമ യാത്ര തുടങ്ങിയത്. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്ത് ആദ്യം എത്തി. അവിടുന്ന് ആഫ്രിക്കയുടെ കിഴക്കേ തീരം വഴി വടക്കോട്ട് സഞ്ചരിച്ച് മലിന്ദി തുറമുഖത്തെത്തി. അവിടുത്തെ നാവികരുടെ നിർദ്ദേശപ്രകാരം മൺസൂൺ കാറ്റുകളുടെ സഹായത്തോടെ 1498 മെയ് 20 കോഴിക്കോട് കാപ്പാട് തീരത്ത് എത്തിച്ചേർന്നു. കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്നാണ് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ് ഇതിൻ്റെ ആസ്ഥാനം. അപ്പോൾ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രാഫി. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠത്തിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ്.